എൻ്റെ പേര് ജോന്നാണ്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ധ്യാനം കൂടുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഇന്നത്തെ ധ്യാനമായിരുന്നു. ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യം അമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രം വന്നതാണ്. പിന്നെ നല്ല രസമുണ്ടായി, പുതിയ കൂട്ടുകാരെ കിട്ടി, നല്ല ഫീലായിരുന്നു ധ്യാനം. പിന്നെ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട പുറത്തുള്ള കുർബാനയാണ്. ചെറിയാച്ചൻ വന്ന ചൊല്ലി ഭയങ്കര രസമായിരുന്നു. പിന്നെ നേച്ചറിന്റെ ബ്യൂട്ടി ആസ്വദിക്കാൻ പറ്റി. പിന്നെ ആലുവപ്പുഴയുടെ തീരത്തായിരുന്നു കുർബാന. പിന്നെ നല്ല രസമായിരുന്നു. പിന്നെ പാട്ടും. എൻ്റെ പേര് ജെമിനാണ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പിന്നെ ഞാനിവിടെ ഞാനിങ്ങനെ ധ്യാനത്തിലൊക്കെ ആദ്യമായിട്ടാണ് കയറി വരുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ ഒരു വട്ടം വിളിച്ചിട്ട് ചോദിച്ചു ഇതൊക്കെ കയറാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ ആദ്യം എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ധ്യാനം ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റേ ഒക്കെ ആയി അതൊക്കെ വിചാരിച്ചു. പിന്നെ കുറച്ച് ചെറിയ ഫ്രണ്ട്സ് എല്ലാം പറയാനായിട്ട് ഈ ധ്യാനം ഭയങ്കര മോശമാണ്, ഇവിടെ ചുമ്മാ കുറേ നേരം പ്രാർത്ഥിക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം, പ്രാർത്ഥന വയ്ക്കണം, അങ്ങനെയൊക്കെ വേണ്ടിയിട്ട്. പിന്നെ കിടക്കാനൊരു ഇതുമില്ലാന്ന്. പിന്നെ ഇപ്പം ഞാൻ കുറേ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചു നോക്കി, ആരും വന്നില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമേ വന്നുള്ളൂ. അത് എൻ്റെ നെയ്ബറാണ്. എൻ്റെ അമ്മ അവനെ കൺവിൻസ് ചെയ്ത് വന്നതാണ്. അവൻ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞ പിന്നെ അവൻ ലാസ്റ്റ് വന്നു. പിന്നെ ഞാൻ അപ്പൊ പേടിച്ചു പോയി. ഈ ധ്യാനത്തിന് ഈ കിടക്കാൻ ഒരു റൂം പോലും ഇല്ല. വേറെ കുറെ ധ്യാനത്തിനൊക്കെ പോയായിരുന്നു. പക്ഷെ അവിടെ എപ്പോ നോക്കിയാലും ഈ പ്രാർത്ഥന മാത്രമാണ്, ഇങ്ങനത്തെ എന്റർടൈൻമെന്റ് ഒന്നുമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി, ഈ ധ്യാനമൊക്കെ കൂടുമ്പോൾ നല്ല എന്റർടൈൻമെന്റ് ആണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഈശോയോട് കൂടെ കൂടുതലായിട്ട് അടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ധ്യാനം എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇവിടുത്തെ ആരാധനയും കുർബാനയും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം നല്ല രസമായിരുന്നു. ആക്ഷൻ സോങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം തന്നെ ഞങ്ങളെ ധ്യാനിപ്പിച്ച അഭിലേഷ് അലിസാനിക്കും പിന്നെ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ജയിച്ചത് ഇപ്പോൾ ഇന്നലത്തെ ആരാധന കഴിഞ്ഞിട്ട് എന്നെ ശരിക്കുമായിട്ടും ഈശോ തൊട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ എനിക്കൊരു റിയൽ ഒരു സന്തോഷം പോലെ തോന്നി. I really like this JY retreat. What really touched me here was the Aradhana. Especially Jesus really touched me. And I really loved the Aradhana. And I prayed so much. I prayed for my family. Especially I really also liked Alice Auntie's talking and all during the Aradhana. It was very touching for me. And also I liked the Kurbana here. On yesterday we had a Kurbana. I really liked that. Why? Because the Achan, he let us sit all very close to him. So I also remembered, it's as if he's telling, let the children come to me. Once disciples did not let the children come to Jesus. Jesus was telling, let the children come to me, because theirs is the kingdom. Thank you. ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ധ്യാനം ഏതായാലും ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നീട് എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഈ ആക്ഷൻ സോങ് ഇതെല്ലാം പറയുമ്പോൾ ആക്ഷൻ സോങ് ഒക്കെ ആണെങ്കിൽ സാധാരണ ഞാനൊരു മൂലയിൽ ഒന്നും ചെയ്യാതെയായിരുന്നു. പക്ഷെ ഇത് ഞങ്ങളെല്ലാവരും ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച്. പിന്നീട് ആരാധന എന്ന് പറയുമ്പോൾ വളരെ ടച്ചിങ് ആയിട്ടാണ് പറഞ്ഞത്. എനിക്ക് കൂടുതലും ഭയങ്കരമായിട്ടും നല്ല ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കാനും നല്ലപോലെ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആവാനും പറ്റി. പിന്നീട് കുർബാന എന്ന് പറയുമ്പോൾ ആണെങ്കിൽ ഞാൻ ഇതുവരെ ലാറ്റിൻ അങ്ങനെ വേറെ സ്റ്റൈലിലുള്ള കുർബാനയൊന്നും കൂടിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പലതരം കുർബാനകൾ. ഞാൻ ആദ്യം സീറോ മലബാർ അങ്ങനത്തെയൊക്കെ കൂടിയിട്ടുള്ളൂ. ഞാൻ സീറോ മലബാർ സഭയിലാണ്. പിന്നീട് എനിക്ക് ഭയങ്കരമായിട്ടും എല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നീട് എനിക്ക് ഭയങ്കരമായിട്ടും എനിക്കിങ്ങനെ പുറത്ത് നിന്ന് സംസാരിക്കാനോ അങ്ങനെ ആരുടെ അടുത്ത് ഫ്രണ്ട്സ് ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി, പുതിയ ആൾക്കാരെ പരിചയപ്പെടാനൊക്കെ പറ്റി. അത് വളരെ നല്ല കാര്യമായിട്ട് ഞാൻ. എൻ്റെ പേര് ഐറിൻ. ഞാൻ ഈ ആത്മദർശനിൽ ശരിക്കും ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പോയിട്ടില്ല. എനിക്ക് ശരിക്കും ഇവിടെ വരാൻ കുറച്ച് ദൂരെയാണ്. പിന്നെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ എന്നെ എല്ലാവരും നിർബന്ധിച്ച് വരാൻ. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എന്താന്ന്. ഭയങ്കര കളിയും ചിരിയും മേളം ഇല്ലാത്ത കളികളല്ല.
പിന്നെ എനിക്ക് ശരിക്കും ഈ നമ്മളിങ്ങനെ ധ്യാനമൊക്കെ നല്ല രസമായിരുന്നു. ഇവിടെയുള്ള എല്ലാവരെയും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആലീസാൻ്റെ ഒക്കെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടുത്തെ പിന്നെ ഇങ്ങനെ ഈ ആത്മദർശനിൽ ഞാൻ വന്നപ്പോൾ ഞാൻ ശരിക്കും ഈശോനെ കണ്ട പോലെ തോന്നി. ഞാൻ ഇവരിങ്ങനെ എന്തോരം കളികളാണ് ഇവിടെ ഉള്ളത്. ഞാനാണെങ്കിൽ പുറത്ത് പോയി ശരിക്കും ഈശോയെ കണ്ട പോലെ എനിക്ക് തോന്നി. നല്ല രസമായിരുന്നു. എനിക്കിവിടെ ശരിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്ത കൊല്ലം ഈ പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വരും. പിന്നെ എനിക്ക് ആദ്യം ഇവിടെ വന്നപ്പം ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് അറിയാവുന്നവരാരും ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാനൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അങ്ങ് ആക്ഷൻസ് അങ്ങനെ പയ്യെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എത്രത്തോളം പവർഫുൾ ആണ്. ധ്യാനമൊക്കെ അട്ടിപ്പൻ ധ്യാനമായിരുന്നു. ഈ ഹല്ലേലൂയ എന്ത് രസമായിരുന്നു എന്നറിയാം. പിന്നെ ആലിസാൻഡിയുടെ ആ ഒരു ദൈവഭക്തി, പിന്നെ ഇവിടെ എല്ലാവരും എനിക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇനിയും അടുത്ത കൊല്ലം ഞാൻ ഇങ്ങോട്ട് എന്നാലും ഉറപ്പായിട്ടും